പറയുന്നു, ഫിലിപ്പി ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടും. മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്നത് എന്താണ്? ആകിയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെ ആരന്വേഷിക്കുന്നു? ജാതികൾ അന്വേഷിക്കുന്നു. സ്തോത്രം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവരാജ്യത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവരാണോ? നമ്മൾ വേറെ ഒന്നും ചിന്തിക്കരുത്. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർത്താവ് പറയുന്നത് നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. 2-3 വാക്യം കൂടെ നമുക്ക് വായിച്ചിട്ട് ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19 മുതലൊന്ന് നമുക്ക് വായിക്കാം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. അപ്പൊ പുഴുവും കയറുന്നതായ വസ്തുക്കളുണ്ട്, അതും കൂട്ടി വെക്കരുത്. തുരുമ്പുണ്ടാകുന്ന വസ്തുക്കളുണ്ട്, നമ്മൾ കൂട്ടി വെക്കരുത്. എന്നാൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നു, 20-ാം വാക്യത്തിൽ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചോളൂ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. അപ്പോൾ നമുക്ക് എവിടെയാണ് നിക്ഷേപം ഇരിക്കുന്നത്, അവിടെ നമ്മുടെ ഹൃദയം ഇരിക്കും. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണോ, അവിടെ നമ്മുടെ ഹൃദയം ഇരിക്കും. പക്ഷേ നമ്മുടെ നിക്ഷേപം ഭൂമിയിലാണോ, അവിടെ നമ്മുടെ ഹൃദയം ഇരിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. ഇനി തീർന്നില്ല, നമുക്ക് അടുത്തൊരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 6-ന്റെ 25-26 ഒന്ന് വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? എന്താ പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തെന്താ? നമ്മളിവിടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി, കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് ഒരു ക്ഷാമം ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനെ ചരടിച്ചു വെക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്ന വാക്ക് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവരാജ്യ സുവിശേഷം കർത്താവായ യേശുവാണ് ഭൂമിയിൽ ആദ്യം പറയുന്നത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു.